ചേട്ടന് കൊണ്ടുപോവേണ്ടത്. ഹായ് ഗായ്സ്, എന്തെല്ലാം, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ആണ് ബേബി വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ആഫ്റ്റർ ദ ഡെലിവറി വ്ലോഗ്. അപ്പൊ മിന്നുവിന്റെ ഇപ്പം എങ്ങനെയുണ്ട്? മിന്നുവിന്റെ ആരോഗ്യസ്ഥിതി പറയൂ. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇപ്പോൾ ഗായ്സ് ഓൾറെഡി ഡെലിവറി വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ജസ്റ്റ് ആഫ്റ്റർ ഡെലിവറി ഓരോരുത്തർ ഇതാണ് കാണിക്കുന്നത്. സോ ഗായ്സ്, ഇതാണ് ബേബിയുടെ ഫസ്റ്റ് ബാത്ത്. ജണൽ ചെയ്യണമെന്ന് തോന്നി അവിടെ കരഞ്ഞ് തിമിർത്ത്. വെൽക്കം വെൽക്കം. ഹായ് ഗൈസ് എന്ന് പറ. ഓരോരോ ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഓരോ ക്യൂട്ടായിട്ടാണ് എനിക്ക് എൻ്റെ അമ്മ ഇങ്ങനെ ബേബീനെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നേ, ചേട്ടൻ ബേബീനെ പിടിച്ചുകൊണ്ടിരിക്കുന്നേ, അവിടെ മിന്നു ഇരിക്കുന്നേ, പിന്നെ ഞാൻ ബേബീനെ ഇങ്ങനെ ഉറക്കുന്നത്. ഇതൊക്കെ ഫസ്റ്റ് വിത്തിൻ 1 വീക്കിലുള്ള കുറേ വീഡിയോസാണ് ഗൈസ്. കാരണം ഞാനിപ്പോൾ ഇടുന്നതേ ഉള്ളൂ എഡിറ്റ് ചെയ്തൊക്കെ വരുന്നത്. പക്ഷേ ക്യൂട്ട് മൊമെന്റ്സ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ വീണ്ടും നമ്മൾ ഇന്ന് ബേബിക്ക് 6 ദിവസമായി. ഇനിയിപ്പോൾ ചേട്ടനും പോകാറൊക്കെ ആയപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വരുമെന്നും പിന്നെ വേറെ കുറച്ച് പേരൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ വീണ്ടും അങ്ങോട്ടേക്ക് പോവുകയാണ് ബേബിയെ കാണാൻ. സോ പേഴ്സണലി എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ബേബി വന്നപ്പോൾ എന്ത് ചേഞ്ച്. ഞാനിപ്പോൾ ബിഫോർ ഡെലിവറി ഇട്ടു. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ലൈക്ക് ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി എല്ലാ കാര്യത്തിലും. ലൈക്ക് എല്ലാം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഇല്ല. ഇപ്പം ബേബിയുടെ ഫസ്റ്റ് ബാത്ത് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. എങ്ങനെ കാണുന്നത്, ലൈക്ക് ക്രൈയിങ് ആയാലും ഓരോ കുഞ്ഞു കാര്യങ്ങൾ പോലും നോട്ടീസ് ചെയ്ത് തുടങ്ങി ഞാൻ. സോ എനിക്ക് പേഴ്സണലി അതാണ് എനിക്ക് വലിയൊരു മാറ്റം എനിക്ക് എൻ്റെ ഇതിൽ തോന്നിയത്. ഞാൻ അവിടെ എത്തി. ഇപ്പം എൻ്റെ മെയിൻ ജോബാണ് ബേബീനെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കാണുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് പ്ലസൻ്റ് മിന്നൊരു അമ്മ, അത് ആ ഒരു ചേഞ്ചസ് സീരിയസ്ലി ഗൈസ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് മാറ്റങ്ങളാണ് ഒരാളുടെ ലൈഫിൽ വരണേന്ന്. നമ്മളിപ്പോൾ മലയങ്കിരി പോകണേ, നാളെ ചേട്ടൻ പോകും തിരിച്ച്. സോ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ മലയങ്കിരിയിലോട്ട് പോവുകയാണ്. മിന്നുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. സോ ഗൈസ് സീ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഇപ്പം അങ്ങോട്ട് പോകണം. എനിക്കിനി നാളെ എക്സാമാണ്. അപ്പോൾ അവിടെ നിന്ന് എക്സാമിനും പോകണം. സോ അപ്പോൾ ബാഗും സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് that's it. Let's go. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ ബാക്കിലുണ്ട്. ഓ മൈ ഗോഡ്, ചിന്നുവിന്റെ കാർ തുറന്നിരിക്കുകയില്ലേ? എന്റെ കാറ് തുറന്ന് വച്ചേക്കുന്നത്. പിന്നെ സെറ്റപ്പ് അല്ലേ. സോ നമ്മളിപ്പം ഇവിടെ ഉണ്ട്, ഇവിടെ അമ്മയുണ്ട്, ഫ്രണ്ടിൽ അവരുണ്ട്. സോ ഇന്നത്തെ വ്ളോഗ് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഒരു ആഫ്റ്റർ ബേബിൻ്റെ കൂടെ ഇന്നത്തെ ചേട്ടൻ നാളത്തെ എനിക്ക് ഇന്നത്തെ ചേട്ടൻ ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ അതിന് മുമ്പേ എക്സാം എഴുതാൻ പോകും. സോ പിന്നെ ഗായ്സ് നമ്മളവിടെ എത്തി, ഫുഡൊക്കെ നല്ലപോലെ കഴിച്ചു. പിന്നെ ഗായ്സ് നമ്മളിപ്പം എത്തിക്കോ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇതാ ഇവിടെ മിന്നും കുഞ്ഞാവയൊക്കെ ഇരിപ്പുണ്ട്. ലൈക്ക് ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അമ്മയുടെ കയ്യിൽ ബേബി ഇരിക്കുമ്പോൾ ഗൈസ് ഐ ഡോണ്ട് നോ വൈ ബട്ട് ഐ എം സോ ഹാപ്പി. ബേബി നോക്ക് ചുപ്പാ ചോദിക്കണേക്ക്, ബേബി വന്നതിന് ശേഷം നല്ലു ബേബിക്ക് എന്ത് മാറ്റമാണ് വന്നത്? ഭാവി കാണാൻ വരുമോ എപ്പോഴും? കല്ലൂന് എന്തൊരു മാറ്റമാണ് വന്നത് ബേബി വന്നതിന് ശേഷം? കൊറേ ടൈം ബേബിയുടെ അടുത്ത് സ്പെൻഡ് ചെയ്ത്. എന്റെ മാറ്റം എന്താണ് പറയൂരി? സോ ഗൈസ് നാളെ എക്സാമിന് എന്തൊക്കെ ചുമ്മാ. സോ ബേസിക്കലി ഇപ്പോൾ സമയം ഒരു 11:20 ആവാറായി രാത്രി. ഇപ്പൊ ബേബി ഉറക്കമാണ്. അമ്മ ഉറങ്ങിയിട്ടില്ല, ഇനി ഉറങ്ങാൻ പറ്റുന്നുണ്ട് അറിയാതെ കിടക്കുകയാണ് അൺയൂഷ്വല്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം എല്ലായിടത്തും ചോദിച്ചൊരു കാര്യമാണ്, കുഞ്ഞാവ വന്നതിന് ശേഷം എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടാകും. അപ്പം അത് നമുക്ക് ആകെ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട ഒരാളാണ് കൊച്ചിൻ്റെ അമ്മ. അപ്പം പറ, കുഞ്ഞാവ വന്നിട്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? പറ. വന്നില്ലേ? അത് വന്നു. നമുക്ക് ഉറക്കമൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച്, നമ്മളെ സമയം ഇവന് വേണ്ടി മാറ്റേണ്ടി വന്നു. ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചോദിച്ചാൽ അപ്പോൾ ഇതാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിളും
കാര്യങ്ങളും ശ്രദ്ധയും എല്ലാം വരുന്നത് അമ്മമാർക്കാണ്. അപ്പോൾ എന്തായാലും ബാക്കി ഓക്കെ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ മിന്നിൻ്റെ ഇവിടെ ആയിരുന്നു. ചിന്ന ദിവസം ചേട്ടൻ പോകുന്ന ദിവസം അവരൊന്നും എണീറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും നോക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. സോ അപ്പം ഇന്നത്തെ എക്സാം കൂടെ കഴിഞ്ഞാൽ പിന്നെ ലാബും കൂടെ കഴിഞ്ഞാൽ ഇതൊന്ന് തീരും. ലൈക്ക് എനിക്ക് കുറേ ലാഗായി 24-ാം തീയതി തുടങ്ങാനുള്ള എക്സാം പിന്നെ 27-ൻ്റെ മാറ്റി വെച്ചത്, പിന്നെ 28-ആയി. അങ്ങനെ കുറച്ച് ലാഗായിരുന്നു എക്സാം തുടങ്ങിയത് തന്നെ. 28-29 അങ്ങനെ ലാഗായിരുന്നു പോകണം. അപ്പോൾ ഇതെനിക്ക് നോക്കുമ്പോഴത്തേക്ക് ഇത് തീരുന്നില്ല ഗായ്സ് എന്ന പോലെ എനിക്കിപ്പോൾ തോന്നുന്നു. ഒന്ന് ആ ലാബ് എക്സാം കൂടെ കഴിഞ്ഞാൽ ലൈക്ക് ലിറ്ററലി ഈ ഒരു ഹെഡ് ഏക്ക് തീരുമായിരുന്നു. ആൻഡ് എണീറ്റ് ബേബി കുറച്ച് നേരം രാവിലെ ഒന്ന് എണീറ്റൊക്കെയാണ് ഇരുന്നത്. അപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ടൊക്കെ നടന്നു കുറച്ച്. പിന്നെ കുറച്ച് നല്ല വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് ചേട്ടൻ ഇന്ന് പോകണമുണ്ട്. പിന്നെ അടുത്തത് 3 മാസം സംതിങ് എന്തൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇനി വരുള്ളൂ. ഏകദേശം പ്രോപ്പറായിട്ട് പറയാൻ വരുമ്പോൾ 4 മാസം 5 മാസം കഴിയും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. എനിക്കിനി ഞാൻ ചേട്ടൻ പോകുമ്പോൾ ഞാൻ കാണത്തില്ല. ഞാൻ അപ്പോഴത്തേക്ക് എക്സാം എഴുതാനായിട്ട് പോകും. എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്ന് എക്സാം. 1:30 to 4:30 എക്സാം. അപ്പോൾ ഗായ്സ്, നമ്മൾ നീണ്ട കുറേ ദിവസങ്ങൾ ശേഷം ഇപ്പോൾ ചേട്ടൻ ഇന്ന് പോവും. എന്തേലും തോന്നണ് പോവാന്ന് തിരിയണ പോലെ. ഓക്കെ, ഞാൻ ബേബിയെ നോക്കിയിരിക്കുക. പിന്നെ മിന്നു ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തുണി മടക്കുന്നു. അപ്പം ഞാനിപ്പോൾ പോവും. അപ്പോൾ ചേട്ടൻ ഇറങ്ങുമ്പോൾ ഞാനിവിടെ ഇല്ല, ഞാനിപ്പോൾ എക്സാം എഴുതാമോ? ഓക്കെ, ഇനി അടുത്തത് നമ്മളിനി കുറേ നാൾക്ക് ശേഷമേ വരും. അപ്പം ഞാൻ ഇനി ചിലപ്പോൾ അടുത്ത ഞായറാഴ്ച ചിലപ്പോൾ വരും. എന്തായാലും നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. മിന്നു കുറച്ച് മെലിഞ്ഞല്ലേ ഗൈസ്? ഫോണില് നോക്ക്. അപ്പൊ ഇനിയിപ്പോ മിന്നുവിന് മറ്റേ ആയുർവേദ സാധനം എന്ന് തുടങ്ങും? May 21st തുടങ്ങും. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. സോ ആഫ്റ്റർ ബേബിയുടെ കാര്യങ്ങൾ മിന്നു പറഞ്ഞ് ചേട്ടൻ മാത്രം ഇതുവരെ പറഞ്ഞില്ല. അന്ന് ഞാൻ ചോദിച്ചു ബേബി വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ. പറ ചേട്ടാ, ബേബി വന്നതിന് ശേഷമുള്ള മാറ്റം. ഓക്കെ, അപ്പൊ എന്തായാലും മിന്നുവിന്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. സോ ഞാൻ ഇനിയിപ്പോ കോളേജിൽ പോവും. അപ്പം ശരി എന്നാ. ഞാൻ പറഞ്ഞു ഞാൻ കറക്റ്റ് സമയത്ത് എത്തി. സോ ഏകദേശം 3:30 കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സാമിന് ഇറങ്ങി ഗൈസ്. അതാണ് ഞാൻ നേരത്തെ എത്തിയത്. അപ്പം ഞാൻ ഇവർ ഇറങ്ങുമെന്ന് അപ്പോഴൊക്കെ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇറങ്ങിയില്ലേന്ന് അങ്ങനെ വിളിച്ചു വെച്ചപ്പോൾ അങ്ങോട്ട് തന്നെ ചെല്ലാൻ പറഞ്ഞു ഗൈസ്. ബേബീനെ ഇങ്ങനെ കൈ തന്നെ വെച്ചിട്ടിങ്ങനെ ചെയ്യാനത് കാണുമ്പോൾ ലൈക്ക് സീരിയസ്ലി എൻ്റെ മൈൻഡിൽ എന്തൊക്കെ പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ബട്ട് ഇപ്പം എനിക്കറിയാം ചേട്ടൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഇൻസൈഡ് ഹിം നമുക്കിപ്പോൾ ആരായാലും ഒരു മനുഷ്യനാണ്. സോ വി വിൽ ബി ഗെറ്റിംഗ് സാഡ് ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മളിങ്ങനെ എയർപോർട്ട് എത്തി. ഞാൻ ഗൈസ് എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്ക് മൈൻഡിൽ എന്തോ പോലെ. ആൻഡ് ഫൈനലി ചേട്ടൻ ഇങ്ങനെ പോവുകയാണ് ആഫ്റ്റർ 1 week. മൈൻഡിൽ ഒരുപാട് ഇങ്ങനെ സങ്കടങ്ങൾ. ഇനി അടുത്ത അത്രയ്ക്ക് സന്തോഷത്തോടെ വരട്ടെ. ഹാപ്പി ജേർണി. നമുക്ക് ഇപ്പോൾ കുറച്ച് സങ്കടം ഉണ്ടെങ്കിൽ ഇനി വരുമ്പോഴത്തേക്ക് സന്തോഷം കൂടട്ടെ ഗൈസ്. ഇതാണ് ഗൈസ്, ഇത്രയേ ഉള്ളൂ ഈ ആഫ്റ്റർ വ്ളോഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗൈസ്. ഓക്കെ, ബൈ.